Good morning. So continuation of types of companies. So next classification, fourth classification is on the basis of nationality. So on the basis of nationality, companies are of two types. First one, national companies, and second one, foreign companies. National companies എന്ന് പറഞ്ഞാൽ എന്താ? A company formed under a specific Companies Act of Nation is known as നാഷണൽ കമ്പനി. ഇപ്പം ഇന്ത്യയിലൊരു കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഇന്ത്യയിൽ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനീനാണ് നാഷണൽ കമ്പനി എന്ന് പറയുക. അതേപോലെ വേറൊരു രാജ്യത്ത് എടുക്കുകയാണെങ്കിൽ ആ രാജ്യത്തെ കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട് ഫോം ചെയ്തിരിക്കുന്ന കമ്പനീസിനെയാണ് അവരുടെ നാഷണൽ കമ്പനി എന്ന് പറയുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നാഷണൽ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? എ കമ്പനി ഫോംഡ് അണ്ടർ എ സ്പെസിഫിക് കമ്പനീസ് ആക്ട് ഓഫ് നേഷൻ. ഇനി ഫോറിൻ കമ്പനീസ് എന്ന് പറഞ്ഞാലോ, എ ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 42 ഓഫ് കമ്പനീസ് ആക്ട് 2013. ഫോറിൻ കമ്പനി മീൻസ് എനി കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റഡ് outside India which has a place of business in India, whether by itself or through an agent, physically or through electronic mode, and conduct any business activity in India in any other manner. അപ്പോൾ ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞാൽ ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ഔട്ട്സൈഡ് ഇന്ത്യയിലിരിക്കും. പക്ഷേ അതിന് ഒരു ബ്രാഞ്ച് എവിടെ ഉണ്ടാവും? ഇന്ത്യയിലുണ്ടാവും. ഇറ്റ് ഹാസ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. ഒന്നുകിൽ അത് നേരിട്ട് നടത്തുന്നതാവാം, ഓർ ത്രൂ ആൻ ഏജൻറ്റ്, ഫിസിക്കലി ഓർ ത്രൂ ഇലക്ട്രോണിക് മോഡ്. നേരിട്ടിട്ട് ഇവിടെ തന്നെ വന്ന് നടത്തുന്നതാവാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡിലുള്ള ഈ ബിസിനസ് ആയാലും മതി. ഓക്കെ. ദെൻ കണ്ടക്ട് എനി ബിസിനസ് ആക്ടിവിറ്റി ഇൻ ഇന്ത്യ ഇൻ എനി അതർ മാനർ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താലാണ് അതൊരു ഫോറിൻ കമ്പനി ആവുന്നത്. അപ്പോൾ ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് മീൻസ് എനി കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് incorporated outside India which has a place of business in India and it conduct any business activity in India in any other manner. So documents etc. to be delivered by registrar by foreign companies എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട്. Every foreign company shall within 30 days of its establishment deliver to the registrar for registration. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടത് അറിയോ? എ സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദ ചാർട്ടർ, statutes or memorandum and articles of the company or other instruments constituting or defining the constitution of the company. കമ്പനീൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആയ എന്തെല്ലാം വേണം? മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ്, അതേപോലുള്ള വേറെ എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണോ അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കോപ്പി. And if the instrument is not in English language, a certified translation thereof in the English language. Okay. പിന്നെ എന്തൊക്കെയാണ് എൻക്ലോസ് ചെയ്യേണ്ടത് രജിസ്ട്രേഷന് വേണ്ടിയിട്ട്? ദ ഫുൾ അഡ്രസ് ഓഫ് ദ രജിസ്റ്റേർഡ് ഓർ പ്രിൻസിപ്പൽ ഓഫീസ് ഓഫ് ദി കമ്പനി. രജിസ്റ്റേർഡ് ഓഫീസ് എന്തായാലും ഫോറിനിലായിരിക്കുമല്ലോ, അതിൻ്റെ ഫുൾ അഡ്രസ്. ദെൻ എ ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് സെക്രട്ടറി ഓഫ് ദ കമ്പനി കണ്ടെയ്നിങ് സച്ച് പെർട്ടിക്കുലേഴ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. പിന്നെ കമ്പനിയിലെ ആരൊക്കെയാണ് ഡയറക്ടേഴ്സ്, ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് സെക്രട്ടറി. The name and address or names and addresses of one or more persons resident in India authorized to accept on behalf of the company service of process and any notices or other documents required to be served on the company. ഇനി ഇന്ത്യയിൽ ഈ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് ആരെയാണോ നിയോഗിച്ചിട്ടുള്ളത്? കുറേ ആളുകളുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെ പേരും അഡ്രസ്സും, ഇനി ഒരാളാണെങ്കിൽ അയാളുടെ പേരും അഡ്രസ്സും. ഓക്കെ. ദെൻ ഫുൾ അഡ്രസ് ഓഫ് ദി ഓഫീസ് ഓഫ് ദ കമ്പനി ഇൻ ഇന്ത്യ വിച്ച് ഇസ് ഡീംഡ് ടു ബി ഇറ്റ്സ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. ഇനി ഇന്ത്യയിൽ ഇത് എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രിൻസിപ്പൽ ഓഫീസിൻ്റെ അഡ്രസ്സും, അതേപോലെ പെർട്ടിക്കുലേഴ്സ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ ഓൺ ഏർലിയർ ഒക്കേഷൻസ്. ദെൻ അഗെയിൻ ഡിക്ലറേഷൻ ദാറ്റ് നൺ ഓഫ് ദ ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി or the authorized representative in India has ever been convicted or debarred from formation of companies and management in India or abroad. ഒരു ഡിക്ലറേഷനും കൂടെ വേണം. ഇന്ത്യയിൽ ഇതിലുള്ള ഒരു ഡയറക്ടേഴ്സും എന്തിൽ നിന്ന് കുറ്റവാളികളല്ല, അല്ലെങ്കിൽ അവരെ ഡീബാർ ചെയ്തിട്ട് ഇല്ല എന്നുള്ള ഒരു ഡിക്ലറേഷനും കൂടെ വേണം. ഇന്ത്യയിലും എബ്രോഡിലും ഒന്നും ഇവരെ വിലക്കിയിട്ടില്ല, ബിസിനസ് നടത്തുന്നതിൽ നിന്ന് വിലക്കിയിട്ടില്ല എന്നുള്ള ഒരു ഡിക്ലറേഷൻ.
ദെൻ എനി അതർ ഇൻഫർമേഷൻ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്നാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും ഓൾട്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ വേർ എനി ഓൾട്രേഷൻ ഇസ് മെയ്ഡ് ഓർ ഒക്കർ ഇൻ ദ ഡോക്യുമെൻറ്റ്സ് ഡെലിവേർഡ് ടു ദ രജിസ്ട്രാർ under this section, the foreign company shall within 30 days of such alteration deliver the same and a return containing the particulars of alteration in the prescribed form എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് നെയിം ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് ഫോറിൻ കമ്പനീൻ്റെ. ദ കമ്പനി ഷുഡ് എക്സിബിറ്റ് ഓൺ ദ ഔട്ട്സൈഡ് ഓഫ് എവറി ഓഫീസ് ഓർ പ്ലേസ് വെർ ഇറ്റ് ക്യാരീസ് ഓൺ ബിസിനസ് ഇൻ ഇന്ത്യ ദ നെയിം ഓഫ് ദ കമ്പനി ആൻഡ് ദ കൺട്രി ഇൻ വിച്ച് ഇറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ്. കമ്പനീൻ്റെ പേരും വേണം, എവിടെയാണ് ഈ കമ്പനീൻ്റെ ഹെഡ് ഓഫീസ്, ഏത് കൺട്രിയിലാണ് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തത് എന്നുള്ളത് അതിൻ്റെ കൂടെ വെക്കണം. Okay, then the name of the company and of the country in which the company is incorporated to be stated in legible English characters in all business letters, bill heads and letter heads. അങ്ങനെ എന്തൊക്കെ കമ്പനി ഡീൽ ചെയ്യുന്നുണ്ടോ ആ ലെറ്റർ ഹെഡിലും കമ്പനിയുടെ എല്ലാ കാര്യങ്ങളിലും ഈ സംഭവം വേണം. നെയിം ഓഫ് ദ കമ്പനി ആൻഡ് ദ കൺട്രി ഇൻ വിച്ച് ദ കമ്പനി ഇസ് ഇൻകോർപ്പറേറ്റഡ്. അതേപോലെ വേണ്ടത് ഇഫ് ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഇസ് അൺലിമിറ്റഡ്. ഇനി ഇഫ് ദ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഇസ് ലിമിറ്റഡ് ലയബിലിറ്റിയാണ് കമ്പനിയിലെ മെമ്പേഴ്സിനെങ്കിൽ ഇറ്റ് ഈസ് ടു ബി സ്റ്റേറ്റഡ് ഇൻ എവറി പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ആൻഡ് ഇൻ ഓൾ ബിസിനസ് ലെറ്റേഴ്സ് എക്സെട്ര. അപ്പം കമ്പനിയിലെ മെമ്പേഴ്സിന് ലിമിറ്റഡ് ലയബിലിറ്റി ആണെങ്കിൽ അത് അവരുടെ പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് കാണിച്ചിരിക്കണം ലിമിറ്റഡ് ലയബിലിറ്റി ആണ് എന്നുള്ളത്. അതേപോലെ തന്നെ എന്തൊക്കെ കമ്പനീൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ ലൈക്ക് ലെറ്റർ ഹെഡ് അതിലെല്ലാം ബ്രാക്കറ്റിൽ എഴുതിയിരിക്കണം ലിമിറ്റഡ് ആണ് എന്നുള്ളത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി ആണെങ്കിൽ ഇറ്റ് ഈസ് ടു ബി എക്സിബിറ്റഡ് ഓൺ ദ ഔട്ട്സൈഡ് ഓഫ് എവറി ഓഫീസ് ഓർ പ്ലേസ് where it carries on business in India in legible English characters and also in legible characters of the language or one of the languages in general use in the locality in which the place office is situated. അപ്പം ആ നാട്ടിലുള്ള ഭാഷ ഏതാണോ അവരുടെ മദർ ടങ്ങിലും ഉണ്ടായിരിക്കണം. അതേപോലെ മദർ ടങ്ക് എന്ന് പറയുന്നില്ല, അവിടെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണെന്ന് വെച്ചാൽ ആ ലാംഗ്വേജിലും ഇംഗ്ലീഷിലും ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഡിസ്പ്ലേ ഓഫ് നെയിംസ് ഓഫ് ഫോറിൻ കമ്പനി പറയുന്നത്. ഇനിയുണ്ട് കമ്പനീസ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് നാഷണാലിറ്റി 2 കമ്പനികൾ മനസ്സിലായല്ലോ. വാട്ട് ആർ ദ അതർ ടൈപ്സ് ഓഫ് കമ്പനീസ് നോക്കാം. അതിൽ വരുന്ന ഒന്നാണ് സ്മോൾ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ എ സ്മോൾ കമ്പനി ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് എ കമ്പനി അതർ ദാൻ എ പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി അല്ലാത്ത കമ്പനിയാണ്. ഇതിൻ്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയിൽ എക്സീഡ് ചെയ്യില്ല, ഡസ് നോട്ട് എക്സീഡ് 50 lakh or such higher amount as may be prescribed which shall not be more than 5 crore. 50 lakhs കൂടാൻ പാടില്ല എന്നാണ്. ഇനി വേണമെങ്കിൽ അവരുടെ എഗ്രിമെൻ്റ് പ്രകാരം മാക്സിമം എത്ര വരെ പോവുള്ളൂ, 5 crore. അതേപോലെ ടേൺ ഓവർ ഓഫ് വിച്ച് ആസ് പെർ ഇറ്റ്സ് ലാസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡസ് നോട്ട് എക്സീഡ് 2 crore or such higher limit as may be prescribed which shall not be more than 20 crore. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ടേൺ ഓവർ എന്ന് പറയുന്നത് എത്രയിൽ കൂടുതലാവാൻ പാടില്ല, 2 crore ആണ് ശരിക്കുള്ള ലിമിറ്റ്. പക്ഷേ ഇനിയിപ്പം ചില കേസിൽ നമുക്ക് എന്താക്കാം, എഗ്രിമെൻ്റൊക്കെ വെച്ചും കൊണ്ട് പ്രത്യേകത പ്രകാരം വേണമെങ്കിൽ മാക്സിമം 20 crore വരെ ടേൺ ഓവർ പോകാം, അതിൽ കൂടുതലാവാൻ പാടില്ല. അങ്ങനെയുള്ള കമ്പനീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്മോൾ കമ്പനി എന്ന് പറയാം. ഓക്കെ, അപ്പം ആക്ട് ഐഡൻറ്റിഫൈസ് സം കമ്പനീസ് ആസ് സ്മോൾ കമ്പനീസ് ബേസ്ഡ് ഓൺ ദിയർ capital and turnover for the purpose of providing certain exemptions to these companies. Okay, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് as set out in the 2013 Act, this section will not be applicable to the following. ആർക്കൊക്കെ അറിയോ, nothing of this clause shall not apply to a holding company or a subsidiary company. അതേപോലെ എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 8, അതേപോലെ എ കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് ഗവേൺഡ് ബൈ എനി സ്പെഷ്യൽ ആക്ട്. ഈ 3 കൂട്ടർക്കും ഇത് ആപ്ലിക്കബിൾ അല്ല. എ ഹോൾഡിംഗ് ഓർ എ സബ്സിഡിയറി കമ്പനി ക്യാൻ നെവർ എൻജോയ് ദ പ്രിവിലേജസ് ഓഫ്
a small company even though they may fulfill the capital and turnover requirement of a small company എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? സ്മോൾ കമ്പനീസ് എന്താണെന്ന് ക്ലിയർ ആയി. ഇനി ഡീഫങ്ക്റ്റ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് ഓഫ് കമ്പനി വരുന്നുണ്ട്. ഡീഫങ്ക്റ്റിൽ വരുന്നത് എന്താണെന്ന് അറിയോ? Defunct company refers to an organization that has zero assets and zero liabilities and it fails to begin a business within a year of its incorporation. അപ്പം അങ്ങനെയുള്ള കമ്പനീസിനെയാണ് ഡീഫങ്ക്റ്റ്, ഫങ്ഷൻ ചെയ്യാത്ത കമ്പനി. ഓക്കെ, അപ്പോൾ വേറെ കമ്പനീസ് നോട്ട് ക്യാരിയിങ് ഓൺ എനി ബിസിനസ് ഓർ ഓപ്പറേഷൻ ഫോർ എ പീരിയഡ് ഓഫ് 2 immediately preceding financial years and has not made any application within such period for obtaining the status of a dormant company under section 455 or a company has failed to commence its business within 1 year of its incorporation empowers the registrar to remove the name of such company from the register of companies. ഇങ്ങനെയുള്ള കമ്പനികളെയാണ് ഡീഫങ്ക്റ്റ് കമ്പനീസ് എന്ന് പറയുക. ഫങ്ഷൻ ചെയ്യാത്ത, അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടും കഴിഞ്ഞ 2 വർഷമായിട്ട് ഇത് ഒരു ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസും ചെയ്യുന്നില്ല. അതേപോലെ കമ്പനീസ് ആക്റ്റിൽ ഡോർമെൻറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് ഓഫ് കമ്പനി വരുന്നുണ്ട്, അത് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഡോർമെൻറ്റ് കമ്പനി എന്നുള്ള സ്റ്റാറ്റസിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുമില്ല. അതേപോലെ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞിട്ടും എന്താവുന്നില്ല, 1 ഇയർ കഴിഞ്ഞിട്ടും ഇവർ എന്താക്കുന്നില്ല, ദേ ആർ നോട്ട് സ്റ്റാർട്ടിങ് ദിയർ ബിസിനസ്. അങ്ങനെയാണെങ്കിൽ രജിസ്ട്രാർക്ക് എന്തിനുള്ള പവർ ഉണ്ടെന്നാണ് പറയുന്നത്? he can remove the name of such company from the register of companies. അപ്പോൾ ഡീഫങ്ക്റ്റ് കമ്പനി ആവണമെങ്കിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ആ ബിസിനസ് അവരൊന്നും ചെയ്യുന്നില്ല, അവർ ഡോർമെൻറ്റ് കമ്പനി എന്നുള്ള സ്റ്റാറ്റസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നില്ല. അതേപോലെ ഒരു കാര്യം കൂടെ പറയുന്നത്, ഇൻകോർപ്പറേഷൻ കഴിഞ്ഞിട്ടും 1 വർഷം കഴിഞ്ഞിട്ടും അവരിതുവരെ ഒന്നും തുടങ്ങുന്നില്ലെങ്കിൽ, ഈ 3 കണ്ടീഷൻസാണ് ഡീഫങ്ക്റ്റ് കമ്പനി ആവണമെങ്കിൽ വേണ്ടത്. മനസ്സിലായോ? ഇനി അടുത്തത് ഡോർമെൻറ്റ് കമ്പനിയാണ്. അപ്പം 2013 കമ്പനീസ് ആക്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എ കമ്പനി ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഡോർമെൻറ്റ് വെൻ ഇറ്റ് ഈസ് ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഫോർ എ ഫ്യൂച്ചർ പ്രോജക്റ്റ്. ശ്രദ്ധിക്കണം, അണ്ടർലൈൻ ചെയ്യണം ദാറ്റ് വേർഡ്. ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ഫോർ എ ഫ്യൂച്ചർ പ്രോജക്റ്റ് or to hold an asset or intellectual property and has no significant accounting transaction. Okay, so such a company or an inactive one may apply to the registrar of companies in such manner as may be prescribed for obtaining the status of a ഡോർമെൻറ്റ് കമ്പനി. അപ്പോൾ ഡോർമെൻറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ പുതിയ നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് കമ്പനീസ് ആക്ട് 2013 കേട്ടിട്ടുണ്ട് ഈ ഡോർമെൻറ്റ് കമ്പനി. അപ്പോൾ ഡോർമെൻറ്റ് കമ്പനി എന്ന് പറയുന്ന ഒരു ന്യൂ കോൺസെപ്റ്റാണ്. ഡോർമെൻറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? എ കമ്പനി വിച്ച് ഇസ് നോട്ട് എൻ ആക്റ്റീവ് കമ്പനി, ഇറ്റ് ഇസ് നോട്ട് ആക്റ്റീവ്. അപ്പം ഈ ഡെഫിനേഷനിൽ ഇതാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഡോർമെൻറ്റ് കമ്പനി ആവണമെങ്കിൽ ആ കമ്പനി ഇറ്റ് ഈസ് ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഫോർ എ ഫ്യൂച്ചർ പ്രോജക്റ്റ്. ഒരു ഫ്യൂച്ചർ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കമ്പനി ആയിരിക്കാം, അതിന് വേണ്ടിയിട്ടായിരിക്കാം രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോഴേ. മനസ്സിലായാൽ? അല്ലെങ്കിൽ ടു ഹോൾഡ് ആൻ അസറ്റ് ഓർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് ഹാസ് നോ സിഗ്നിഫിക്കൻ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ. അവർക്ക് കാര്യമായിട്ടുള്ള അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കുന്നില്ല. അങ്ങനെയുള്ള കമ്പനി, ഇനാക്റ്റീവ് കമ്പനീനെയാണ് കമ്പനിയാണെങ്കിൽ ആ കമ്പനി എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? അവർക്ക് ഈ ഡോർമെൻറ്റ് സ്റ്റേറ്റസ് കിട്ടാൻ വേണ്ടി രജിസ്ട്രാർ അടുത്ത് അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ അത് ഡീഫങ്ക്റ്റ് കമ്പനി ആയിപ്പോവും. ഡീഫങ്ക്റ്റ് കമ്പനീൻ്റെ കണ്ടീഷൻസൊക്കെ അതിന് അപ്ലൈ ചെയ്യും, എന്താ പൂട്ടേണ്ടി വരും. മനസ്സിലായല്ലോ? അപ്പം എന്താ പറയുന്നത്, അവരെ രജിസ്റ്ററിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ഒരു സാഹചര്യം വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനീസ് എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഡോർമെൻറ്റ് സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ ദ ആക്ട് ഫർദർ എക്സ്പ്ലെയിൻസ് എൻ ഇൻആക്റ്റീവ് കമ്പനി ആൻഡ് സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ. ഇത് രണ്ടും ഇല്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻആക്റ്റീവ് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഹാസ് നോട്ട് ബീൻ ക്യാരിയിങ് ഓൺ എനി ബിസിനസ് ഓർ ഓപ്പറേഷൻ or has not made any significant accounting transaction during the last 2 financial year or has not
filed financial statements and annual return during the last 2 financial years. അപ്പം ഈ കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഫയൽ ചെയ്യണം, അങ്ങനെയുള്ള കുറേ ഫോർമാലിറ്റീസ് ഉണ്ട് കമ്പനി. ഇങ്ങനെയൊന്നും ചെയ്യാത്ത കമ്പനിയാണെങ്കിൽ അത് ഇനാക്റ്റീവ് കമ്പനി ആയിരിക്കും. ഇനി സിഗ്നിഫിക്കൻ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എനി ട്രാൻസാക്ഷൻ അതർ ദാൻ പേയ്മെൻറ്റ് ഓഫ് ഫീസ് ബൈ എ കമ്പനി ടു ദ രജിസ്ട്രാർ, പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഇറ്റ് ടു ഫുൾഫിൽ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദിസ് ആക്ട്, അതേമാതിരി അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ടു ഫുൾഫിൽ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദിസ് ആക്ട് ആൻഡ് പേയ്മെൻറ്റ് ഫോർ മെയിൻ്റെനൻസ് ഓഫ് ഇറ്റ്സ് ഓഫീസ് ആൻഡ് റെക്കോർഡ്സ്. ഇതൊന്നും സിഗ്നിഫിക്കൻ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷനിൽ വരില്ല. ഇതൊക്കെ സിഗ്നിഫിക്കൻ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ any transaction other than these items. Okay. അപ്പോൾ ദ രജിസ്ട്രാർ ഓൺ കൺസിഡറേഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ, ഇങ്ങനെ ഡോർമെൻറ്റ് സ്റ്റേറ്റസിന് വേണമെന്ന് പറഞ്ഞിട്ട് കമ്പനി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യും? ഷാൾ അലൗ ദ സ്റ്റേറ്റസ് ഓഫ് എ ഡോർമെൻറ്റ് കമ്പനി ടു ദി അപ്ലിക്കൻറ്റ് ആൻഡ് ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഫോർ ദ സെയിം. ഓക്കെ. അപ്പോൾ രജിസ്ട്രാർ ഷാൾ മെയിൻറ്റെയിൻ എ രജിസ്റ്റർ ഓഫ് ഡോർമെൻറ്റ് കമ്പനീസ്. മനസ്സിലായല്ലോ എന്താണ് ഡോർമെൻറ്റ് കമ്പനി എന്നുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോണത് ലിസ്റ്റഡ് കമ്പനി എന്താണെന്നുള്ളത്. സെക്ഷൻ 152 ലിസ്റ്റഡ് കമ്പനീസിനെ പറ്റി പറയുന്നത്. അപ്പോൾ ലിസ്റ്റഡ് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഹാസ് എനി ഓഫ് ഇറ്റ്സ് സെക്യൂരിറ്റീസ് ലിസ്റ്റഡ് ഓൺ എനി റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സോ ദ ന്യൂ ആക്ട്, അതായത് 2013 കമ്പനീസ് ആക്ട് കവേഴ്സ് ഓൾ ടൈപ്സ് ഓഫ് കമ്പനീസ് ആൻഡ് നോട്ട് ഓൺലി പബ്ലിക് കമ്പനീസ്. അപ്പോൾ പബ്ലിക് ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് ഷെയർസ് ആർ ലിസ്റ്റഡ് ഓൺ എനി ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇറ്റ് ഈസ് നോൺ ആസ് ലിസ്റ്റഡ് കമ്പനീസ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവരുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾസ് ഇൻഫോസിസ്, TCS ഒക്കെ എക്സാമ്പിൾസാണ് ലിസ്റ്റഡ് കമ്പനീസിന്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനീനെയാണ് ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയാം. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോണത് എന്താണ് അസോസിയേറ്റ് കമ്പനി എന്നുള്ളത്. അസോസിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഷെയർസ് ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനീനെ നമ്മൾ അൺലിസ്റ്റഡ് കമ്പനി എന്ന് പറയും. അൺലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ലിസ്റ്റ് ചെയ്യാത്ത കമ്പനി. അപ്പോൾ ഈ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനി തന്നെ 2 തരത്തിൽ വരാം. ഏതൊക്കെയാവാം എന്നാണ് പറയുന്നത്? ഒന്നുകിൽ ഹോൾഡിംഗ്, അല്ലെങ്കിൽ സബ്സിഡിയറി, അല്ലെങ്കിൽ അസോസിയേറ്റ് ആവാം. മനസ്സിലായല്ലോ. അപ്പം അൺലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? എക്സാമ്പിൾസ് നോക്കിയോ. അതേമാതിരി വിച്ച് വെർ സെല്ലിങ് OFCDs. OFCDs എന്ന് പറഞ്ഞാൽ ഓപ്ഷണലി ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. അത് ഇഷ്യൂ ചെയ്യുന്ന, സെല്ല് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കമ്പനീസിനെയാണ് അൺലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയാം. അപ്പോൾ ഓപ്ഷണലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഡെറ്റ് സെക്യൂരിറ്റീസ് വിച്ച് അലൗ ആൻ ഇഷ്യൂവർ ടു റേസ് ക്യാപിറ്റൽ ആൻഡ് ഇൻ റിട്ടേൺ ഇഷ്യൂവർ പേയ്സ് ഇൻട്രസ്റ്റ് ടു ദ ഇൻവെസ്റ്റർ. ഷെയർ അല്ല അവർ ഇഷ്യൂ ചെയ്യുന്നത്, അവർ ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്തിട്ട് അവരുടെ ക്യാപിറ്റൽ അവർ അങ്ങനെയാണ് കണ്ടെത്തുന്നത്. ഓക്കെ. ആൻഡ് അങ്ങനെയുള്ള കമ്പനീസിനെയാണ് എന്തെന്ന് പറയുക? അൺലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുക. അവരെന്താ സെല്ല് ചെയ്യുന്നത്? OFCDs. OFCDs എന്ന് പറഞ്ഞാൽ ഓപ്ഷണലി ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ഓക്കെ. അപ്പോൾ അവർ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതിന് അവർ ഇൻട്രസ്റ്റ് കൊടുക്കും. കമ്പനിക്ക് ക്യാപിറ്റൽ കിട്ടുന്നുണ്ടല്ലോ ഇങ്ങനെ ഈ രീതിയിൽ ഡിബഞ്ചർ ക്യാപിറ്റൽ കിട്ടും, അതിന് പകരമായിട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കും. നമ്മൾ പഠിച്ചതാണ്. ഓക്കെ. അപ്പോൾ ഓവറോൾ 9 lakh കമ്പനീസ് ഇൻ ഇന്ത്യ. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എന്ത് വേണമെന്നാണ് പറയുന്നത്? they did not get SEBI permission before selling OFCDs and did not repay the investors money when SEBI ordered him to. അത് ആ കമ്പനീൻ്റെ കാര്യം പറഞ്ഞതാട്ടോ. സബ്രാറ്റോ റായ് എന്നുള്ള കമ്പനീൻ്റെ. ഓക്കെ, അതൊക്കെ പോട്ടെ. ഇനി എന്താ പറയുന്നത്? ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി ആൻഡ് അസോസിയേറ്റ് കമ്പനീസ്. ഹോൾഡിംഗ് കമ്പനി നമ്മൾ പഠിച്ച്, അതായത് ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് സെൽഫ് ഓൺസ് 50% ഓർ മോർ ഷെയർസ് ഓഫ് അനദർ കമ്പനി. അപ്പോൾ ഈ അനദർ കമ്പനി എന്ന് പറയുന്നത് ഒന്നുകിൽ സബ്സിഡിയറി ആവാം, അല്ലെങ്കിൽ അസോസിയേറ്റ് ആവാം. സബ്സിഡിയറി ആണെങ്കിൽ 50% ഓഫ് ഷെയർസ് ഓൺ ആണെങ്കിൽ, അങ്ങനെയുള്ള ഇപ്പോൾ ഒരു ഹോൾഡിംഗ് കമ്പനി 50% ഓർ മോർ ഷെയർസ് ഓഫ് അനദർ കമ്പനീൻ്റെത് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സബ്സിഡിയറി എന്ന് പറയും. അതിൽ കുറവാണെങ്കിൽ, അതായത് ഇഫ് 20% ഓർ മോർ ഷെയർസ് ഓൺ, അങ്ങനെയുള്ള കമ്പനീസിനെ അസോസിയേറ്റ് കമ്പനി എന്ന് പറയും. അപ്പോൾ അസോസിയേറ്റ് കമ്പനി ഇൻ റിലേഷൻ ടു അനദർ കമ്പനി മീൻസ് എ കമ്പനി ഇൻ വിച്ച്
that other company has a significant influence but which is not a subsidiary company. Subsidiary ആവണമെങ്കിൽ 50% or more ഷെയർസ് കൺട്രോൾ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് അത് സബ്സിഡിയറി ആവാം. പക്ഷേ കൺട്രോൾ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട്, പക്ഷെ അതെന്തല്ല, സബ്സിഡിയറി അല്ല. അങ്ങനെയുള്ള കമ്പനീസിനെയാണ് അസോസിയേറ്റ് കമ്പനി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് മീൻസ് കൺട്രോൾ ഓഫ് അറ്റ്ലീസ്റ്റ് 20% ഓഫ് ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് ബിസിനസ് ഡിസിഷൻസ് അണ്ടർ ആൻ എഗ്രിമെൻറ്റ്. ക്ലിയർ ആണോ? അപ്പോൾ ഹോൾഡിംഗ് കമ്പനിക്ക് രണ്ട് തരത്തിൽ വരാം. ഒന്നുകിൽ സബ്സിഡിയറി കമ്പനി ആവാം, അല്ലെങ്കിൽ അസോസിയേറ്റ് കമ്പനി ആവാം. സബ്സിഡിയറി കമ്പനി ആണെങ്കിൽ 50% കൂടുതൽ കൺട്രോൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സബ്സിഡിയറി എന്ന് പറയും. പക്ഷേ അത്ര തന്നെ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല. 20% ഓർ മോർ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? അസോസിയേറ്റ് കമ്പനി എന്ന് പറയും. ക്ലിയർ ആണോ? ഇനി പ്രൊഡ്യൂസർ കമ്പനിയാണ് നോക്കാൻ പോകുന്നത്. പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? Companies Act does not contain any provisions of producer companies. Producer companies പറയുന്നത് സെക്ഷൻ 465 സബ്സെക്ഷൻ 1-ലാണ്. അതായത് ദ കോൺസെപ്റ്റ് ഓഫ് പ്രൊഡ്യൂസർ കമ്പനി ഇൻ ഇന്ത്യ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു allow cooperatives to function as a corporate entity under the Ministry of Corporate Affairs. അപ്പോൾ in this article we look at the procedure for registering a producer company in India under Companies Act 2013. അപ്പോൾ Companies Act defines a producer as, producer എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ producer as any person engaged in any activity connected with or relatable to any primary produce. Primary produce എന്ന് പറഞ്ഞാൽ എന്താ? Things that have been produced or grown especially by farming. A producer company is thus a body corporate having an object that is one or all of the following. അപ്പോൾ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ഫാമിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെയുള്ള ആളുകളെയാണ്, അതിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ആളുകളെയാണ് പ്രൊഡ്യൂസർ എന്ന് പറയുക. അപ്പോൾ പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറഞ്ഞാൽ അവരുടെ ആക്ടിവിറ്റീസ് ഇതിലേതെങ്കിലും ഒന്നായിരിക്കാം. എന്തൊക്കെയാണ് പറയുന്നത്? ഒന്നുകിൽ പ്രൊഡക്ഷൻ, ഹാർവെസ്റ്റിംഗ്, പ്രൊക്യൂർമെൻറ്റ്, ഗ്രേഡിംഗ്, പൂളിംഗ്, ഹാൻഡ്ലിംഗ്, മാർക്കറ്റിംഗ്, സെല്ലിംഗ്, എക്സ്പോർട്ട് ഓഫ് പ്രൈമറി പ്രൊഡ്യൂസ് ഓഫ് ദി മെമ്പേഴ്സ് ഓർ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഫോർ ദിയർ ബെനിഫിറ്റ്. അല്ലെങ്കിൽ എന്താവാം എന്നാണ് പറയുന്നത്? The producer company must deal with primarily with the produce of its active members and is allowed to carry on any of the following activities. എന്തൊക്കെയാ? Processing including preserving, drying, distilling, വിൻറ്റിങ്, കാനിങ് ആൻഡ് പാക്കേജിങ് ഓഫ് പ്രൊഡ്യൂസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പോൾ നേരിട്ട് ഉൽപ്പാദിപ്പിക്കണമെന്നില്ല, അവരുടെ മെമ്പേഴ്സ് ഇപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇപ്പോൾ പാലിൻ്റെയൊക്കെ ഇത് കണ്ടിട്ടില്ലേ നിങ്ങൾ? നിങ്ങളെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവുമല്ലോ ഈ മിൽമേൻ്റെ. അപ്പം ഈ പാൽ കേന്ദ്രത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അതൊരു പ്രൊഡ്യൂസർ കമ്പനി ആയിട്ടാണ് കണക്കാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മെമ്പേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്ന, കോപ്പറേറ്റീവ് സൊസൈറ്റി ആയി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം കേട്ടോ, അവരുടെ മെമ്പേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ ഇതിൽ നിന്ന് ആ പാലാണ് ഈ കമ്പനി അവരുടെ പ്രൊഡക്റ്റായിട്ട് വിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതൊരു പ്രൊഡ്യൂസർ കമ്പനി. അപ്പോൾ അങ്ങനെ ആയാലും മതി. മെമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുത്തിട്ട് പാക്ക് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ആയാൽ മതി. അല്ലെങ്കിൽ പ്രോസസ്സിങ് ഇൻക്ലൂഡിങ് പ്രിസർവിങ്, ഡ്രൈയിങ് എക്സെട്ര. ദെൻ മാനുഫാക്ചർ, സെയിൽ ഓർ സപ്ലൈ ഓഫ് മെഷീനറി, എക്യുപ്മെൻറ്റ് ഓർ കൺസ്യൂമബിൾസ് മെയിൻലി ടു ഇറ്റ്സ് മെമ്പേഴ്സ്. Then providing education on the mutual assistance principle to its members or others. Then rendering technical services, consultancy services, ഇങ്ങനെ കൃഷി സംബന്ധമായ ടെക്നിക്കൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ആവാം, അല്ലെങ്കിൽ കൺസൾട്ടൻസി, അങ്ങനെയുള്ള എന്തുമാവാം, മെമ്പേഴ്സിനായിരിക്കണം കേട്ടോ. ദെൻ ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. Then insurance of producers or their primary produce, promoting techniques of mutuality and mutual assistance. Then welfare measures or facilities for the benefits of members. Then financing of procurement, processing, marketing and other activities which include extending of credit facilities or any other financial services to its members. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനീനെയാണ് പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ അത് ആ ഡെഫിനേഷൻ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ, എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്.
ഇനി പ്രൊഡ്യൂസർ കമ്പനീൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. ഫോർമേഷൻ. ടു രജിസ്റ്റർ പ്രൊഡ്യൂസർ കമ്പനി ഇൻ ഇന്ത്യ ദ ഫോളോയിങ് മെമ്പേഴ്സ് ഇൻ എനി ഓഫ് ദി കോമ്പിനേഷൻ ഇസ് നെസസറി. ഒന്ന് പറയുന്നത് ഇതാണ്, 10 or more individuals, each of them being a producer. ഇപ്പോൾ ഒരു 10 പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരുമിച്ചിട്ട് ഒരൊറ്റ ഇതാക്കിയിട്ട് രജിസ്റ്റർ ചെയ്യാം, 10 or more individuals. അല്ലെങ്കിൽ 2 or more പ്രൊഡ്യൂസർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനെ 2 പ്രൊഡ്യൂസർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് രണ്ടും കൂടെ എന്തായിട്ട് പ്രൊഡ്യൂസർ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ എ കോമ്പിനേഷൻ ഓഫ് 10 or more ഇൻഡിവിജ്വൽസ് ആൻഡ് പ്രൊഡ്യൂസർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു. ഈ 3 രീതിയിൽ വേണമെങ്കിൽ പ്രൊഡ്യൂസർ കമ്പനിയായിട്ട് ഫോം ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ. If the registrar is satisfied that all requirements of this act have been compiled with in respect of registration, he shall within 30 days of the receipt of the documents required for registration register the memorandum, the articles and other documents if any, and issue a certificate of incorporation. ഓക്കെ. ഇനി ഒബ്ജക്റ്റ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. Every producer company shall deal primarily with the produce of its active members for carrying out any of its objects specified. Thank you.